ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടേസ്റ്റുകൾ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു അടിപൊളി മിൽക്ക് ഷേക്കാണ്, സ്ട്രോബെറി മിൽക്ക് ഷേക്ക്. കുട്ടികൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആണ് സ്ട്രോബെറി. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമുക്കൊരു അടിപൊളി മിൽക്ക് ഷേക്കാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടല്ലോ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു അടിപൊളി മിൽക്ക് ഷേക്ക് തയ്യാറാക്കിയാലോ. അതിനായി ഞാനിവിടെ നന്നായിട്ട് വാഷ് ചെയ്ത് പഴുത്ത് നല്ല മധുരമുള്ള സ്ട്രോബെറിയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഓൾറെഡി ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ മേൽവശത്തെ ആ ഒരു ഇല ഭാഗം നമുക്ക് റിമൂവ് ചെയ്തതിന് ശേഷം ആ ഒരു മണ്ട ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതൊരു 4 പീസസ് ആക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ സ്ട്രോബെറീസ് എല്ലാം കട്ട് ചെയ്തൊരു പ്ലേറ്റിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സി ജാർ എടുക്കാം. മിക്സി ജാറിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ട്രോബെറീസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഒരു 5-10 കാഷ്യൂ നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ബാദാം വേണമെങ്കിലും ആഡ് ചെയ്യാം, റീസൺസ് ആഡ് ചെയ്യാം. വളരെ ടേസ്റ്റി ആണ് നമ്മൾ ഈ ഒരു വക കുറച്ച് നട്ട്സ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ കേട്ടോ. ഇനി ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണ് നമുക്ക് മിൽക്ക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. മിൽക്ക് പൗഡർ ആഡ് ചെയ്തതിന് ശേഷം മധുരം അനുസരിച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണ് പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1 ഗ്ലാസ് നല്ല തണുത്ത പാലാണ് എടുത്തിരിക്കുന്നത്. ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്ത പാൽ ഒഴിച്ചതിന് ശേഷം ലിഡിട്ട് ക്ലോസ് ചെയ്ത് നന്നായിട്ട് ഇതുപോലെ ഫൈൻ പേസ്റ്റ്, അതായത് ഫൈനായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല തിക്കായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു സ്ട്രോബെറി മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്തെടുക്കാം കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. നമുക്ക് അധികം മധുരമൊന്നും ആവശ്യമൊന്നുമില്ല. കാരണം ഓൾറെഡി ഞാൻ സ്ട്രോബെറി വാങ്ങിയത് നല്ല മധുരമുള്ള സ്ട്രോബെറി ആയിരുന്നു വാങ്ങിയത്. അപ്പോൾ ജസ്റ്റ് ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചപ്പോൾ തന്നെ ടേബിൾ സ്പൂണും പഞ്ചസാര നമ്മൾ ചേർത്തപ്പോൾ തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഈ ഒപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് വാനില ഐസ്ക്രീം ചേർത്ത് വേണമെങ്കിലും നമുക്ക് ഈ ഒരു മിൽക്ക് ഷേക്ക് തയ്യാറാക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും, കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പം നമ്മുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടാതെ ഇതുപോലെ നല്ല നല്ല റെസിപ്പിക്കായി ഇഷ സ്പൈസി ടേസ്റ്റുകൾ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. അടുത്ത നല്ലൊരു റെസിപ്പി കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.